ഹലോ ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദൂട്ടിയെ ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ ഉറക്കത്തിൽ കൊണ്ടേ കിടത്താമെന്ന് പറഞ്ഞപ്പോഴത്തേ ആദൂട്ടി എണീറ്റ് വന്നു. ആദൂട്ടിക്ക് നിലത്ത് കിടക്കാൻ ഇഷ്ടമല്ല. നിലത്ത് കിടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആരേലേക്ക് എടുത്തുകൊണ്ട് പോയാലോ അല്ലേ, അതുകൊണ്ട് നിലത്ത് കിടക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് ആദൂട്ടി മടിയിൽ തന്നെ ഇരിക്കുവാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാലേ, നമുക്ക് ആദൂട്ടിയുടെ എന്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരെണ്ണത്താണെങ്കിലും ആദൂട്ടീനെ എന്തേലും പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടാവും. ആ കമൻറ്റ് 2 ആഴ്ച അല്ലെങ്കിൽ 2 ദിവസം മുമ്പുള്ളത്, അല്ലെങ്കിൽ 3 ദിവസം മുമ്പുള്ളത്, അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പുള്ളത്, അങ്ങനെ ഒരു കമൻറ്റാണ് കേട്ടോ നമുക്ക് വരുന്നത്. ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഐ ഡിയിൽ നിന്ന് മാത്രമല്ല, പല ഐ ഡിയിൽ നിന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐ ഡി കയറി നോക്കുമ്പോൾ ചിലപ്പോൾ ഈ നമുക്ക് ഇപ്പോൾ നമുക്ക് കമൻറ്റ് ഇടാൻ കമൻറ്റ് ഇട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് മുമ്പ് എടുത്ത ഐ ഡി ആയിരിക്കും. നിങ്ങളുടെ ആണാണോ പെണ്ണാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം ഇപ്പോൾ എന്നെക്കൊണ്ട് ചാനൽ നിർത്തിക്കാനായിരിക്കും. പക്ഷെ നടക്കില്ല കേട്ടോ. ചാനലിന് ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ടെങ്കിലും നിർത്തിയല്ല. യൂട്യൂബ് എടുത്ത് കളയുവാണെങ്കിൽ യൂട്യൂബ് ചാനൽ എടുത്ത് കളയും. വേറെ ഐ ഡി ഇട്ട് ഞാൻ വേറെ ചാനൽ തുടങ്ങും കേട്ടോ. അപ്പം യൂട്യൂബ് എന്നെക്കൊണ്ട് ചാനൽ നിർത്തിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതെ, ആരും ഇങ്ങോട്ട് വരണ്ട അല്ലേ അതോ? ആരും അതിന് മെനക്കെട്ട് വരണ്ട. ആദൂട്ടിയുടെ ചാനൽ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളത് മുമ്പോട്ട് പോകും കേട്ടോ. അത് ഇനി അതിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ ചാനലായിട്ട് മുമ്പോട്ട് പോകും. അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ നെഗറ്റീവ് പറഞ്ഞു വരുന്നവർക്ക് ഞങ്ങളെക്കുറിച്ച് ഒന്നും അറിയത്തുണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങളെക്കുറിച്ച് എല്ലാം അറിയാവുന്നവരായിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. നെഗറ്റീവ് പറയുന്നവരോട് ഞാൻ പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ രാവിലെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് തൊട്ട് പറയാം കേട്ടോ. ഒരു ദിവസം ഞങ്ങൾ രാവിലെ എണീറ്റ് ആദൂട്ടിൻ്റെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് ഫിസിയോതെറാപ്പിക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ആദൂട്ടിയുടെ അച്ഛനുള്ളത് കൊണ്ട് വീട്ടിലെ കുറച്ച് പണികളൊക്കെ ചെയ്യും. അപ്പോൾ തെറാപ്പിക്ക് പോയിട്ട് ഞാൻ തെറാപ്പി സ്ഥലത്തിരുന്നിട്ടാണ് ആദൂട്ടീന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ആക്കി വെക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. 2 മണിക്ക് വീഡിയോ വരണമെങ്കിൽ ഞാനിവിടെ വന്നിട്ട് പെട്ടെന്ന് തമ്പലൈനൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കറിയാം എന്തുമാത്രം പണിയുണ്ടെന്ന്. സാധാരണ വീഡിയോ എഡിറ്റ് ചെയ്യുന്നവരോടും യൂട്യൂബ് ചാനലുകാരോടും ചോദിച്ചാൽ മതി എന്തോരം എഡിറ്റ് ചെയ്യാനൊക്കെ എന്തോരം സമയമുണ്ടെന്ന്. അപ്പം എൻ്റെ ഇതിലെ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഇല്ലാത്തതാണ്. ആദൂട്ടിനെയും കൊണ്ട് തെറാപ്പിക്ക് പോകും വരവും കൊണ്ട്. അപ്പോൾ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തിയിട്ടാണ്. വലിയ കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ ഇഷ്ടമല്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് നമ്മുടെ വീഡിയോ കാണരുത്. ആദൂട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒത്തിരി പേരുണ്ട് ആദൂട്ടിനെ സ്നേഹിക്കുന്നത്. അപ്പം ആ കമൻറ്റ് കണ്ടാലറിയാം ആദൂട്ടിനെ സ്നേഹിക്കുന്ന എന്തോരം ആൾക്കാരുണ്ടെന്ന്. ഇഷ്ടമില്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോവുക, അല്ലെങ്കിൽ കാണാതിരിക്കുക. സോഷ്യൽ മീഡിയ ആണ്, നെഗറ്റീവ് ഉണ്ടാവും എന്നൊക്കെ എനിക്കറിയാം. നമ്മൾ കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എല്ലാത്തിനും കൊച്ചിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടോണ്ടിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. തിരിച്ച് ഞാൻ മറുപടി പറയും. അതുകൊണ്ട് ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു മറുപടി കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ കരയുന്ന പരിപാടി അതൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നിർത്തി. ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുവാണ്. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരയുന്നവർ കരഞ്ഞുകൊണ്ട് ഇരിക്കുകയുള്ളൂ. എത്രയൊക്കെ എന്നെ തളർത്താൻ നോക്കിയാലും ആദൂട്ടിനെ പറഞ്ഞാലേ ഞാൻ തളരുള്ളൂ എന്നറിയാം. അപ്പം ഈ മിണ്ടാപ്രാണീനെ, ഈ കുഞ്ഞിനെ വെറുതെ വിട്ടേക്ക് കേട്ടോ. ആർക്കും ഇതൊരു ദോഷം ചെയ്യുന്നില്ലല്ലോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം എന്നോട് പറയാം. പിന്നെ യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ നമ്പർ കിടപ്പുണ്ട്. വിളിച്ചു പറയാനാണെങ്കിലും വിളിച്ചു പറയുക. അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിളിച്ചു പറയുക. പിന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്ത് ഐ ഡി മാറ്റി വന്നിട്ട് ആദൂട്ടിനെ പറയുന്നതിനൊന്നും ഒരു അർത്ഥമില്ല കേട്ടോ. എന്തിനാ ഇങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ. നമ്മളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ പറയുമോ? ഈ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. പുറത്തിരിക്കുന്ന ഒരാൾക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഞങ്ങളെ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് വീഡിയോ കണ്ടിട്ട്. നമ്മൾ കാണാത്തവരൊക്കെ ഉണ്ട്. ഞാൻ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ പരിചയപ്പെട്ട 2 പേര് നമ്മളെ കാണാൻ വന്നിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ വന്നേക്കുന്നത് നമ്മുടെ മഹേഷാണ് കേട്ടോ. അത്രയ്ക്ക് സ്നേഹമായിട്ട് മഹേഷൊക്കെ വന്നിട്ട് ആദൂട്ടീനെ നിലത്ത് പോലും വെക്കുന്നില്ലായിരുന്നു. മഹേഷിനെ എടുത്ത് മതിയാകുന്നില്ലായിരുന്നു. മഹേഷിൻ്റെ മുഖത്ത് അന്ന വീഡിയോയിൽ നിന്ന് കണ്ടാൽ മനസ്സിലാകും. പിന്നെ വന്നേക്കുന്നത് നമ്മുടെ സൂര്യ, അത് ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നേക്കുന്നത്. അപ്പം ഞങ്ങൾ എന്താണോ ഏതാണോ ഇവിടെ വന്നവർക്കറിയാം, ഞങ്ങളെ കാണുന്നവർക്കറിയാം
ഞാൻ ഒരാളോടും ഒരു മോശമായിട്ട് ഒന്നും ഇടുന്നില്ല. ഞാൻ ആരുടെയും വീഡിയോ എടുത്തിടുന്നില്ല. ഞങ്ങളുടേതായ കാര്യങ്ങളാണ് എടുത്തുന്നത്. ആരുടെ ഒന്നിനും ഞാൻ വരുന്നില്ല. ആദ്യമൊക്കെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു, അതൊക്കെ ഞാൻ നിർത്തി. ഇപ്പം ഞാനും മാതൂട്ടിയും ഞങ്ങളുടെ ലോകവും ഞങ്ങളുടെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട വീഡിയോ മാത്രമാണ് ഇടുന്നത്. കൂടുതൽ കയറി ചൊറിയാൻ നിൽക്കരുത്. പിന്നെ ഞാനിപ്പം ഞാനത് പിൻ ചെയ്ത് ആദ്യമൊക്കെ ഞാൻ കുറേ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാനത് പിൻ ചെയ്യും. പിൻ ചെയ്തിട്ട് ഞാൻ അടിയിൽ കൊടുത്ത മറുപടി നിങ്ങൾ കാണുന്നുണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങോട്ട് എടുത്തിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ഓരോ വീഡിയോയ്ക്കും കമൻറ്റ് വരുന്നത് ഞാൻ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ പിൻ ചെയ്ത് എല്ലാവരും തന്നെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്ന 2 കമൻറ്റ് മാത്രമേ ഞാനിന്ന് ഫ്രണ്ടിൽ കൊടുക്കുന്നുള്ളൂ. ബാഡ് ബോയിന്ന് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ സ്വന്തമായിട്ടൊരു വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഇവരൊക്കെയാണോ ബാഡ് ബോയ്? അപ്പം ഈ കമൻറ്റ് ഇടുന്ന നിങ്ങളേക്ക് എന്താ ചെയ്യേണ്ടത്? ഇത്രയും വൃത്തിയായിട്ട കമൻറ്റ് ഇടുന്ന നിങ്ങളെ അന്നേരം ബാഡ് ബോയ് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇപ്പം ബാഡ് ബോയ് ആയിക്കോട്ടെ, ഇത്രയും ദൈവത്തിൽ നിന്ന് അടുത്ത് നിൽക്കുന്നവരോ അല്ലെ ദൈവത്തിൻ്റെ തുല്യമായ മക്കൾ, ഇവർ ബാഡ് ബോയ് ആണെങ്കിൽ നിന്നെപ്പോലെ ഉള്ളവരേക്ക് എന്താ വിളിക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അത് ആദ്യം പോയി സ്വയം നന്നാകാൻ നോക്കുക. പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആദൂട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആരും വരണ്ട. വീട്ടിലുള്ളവരെ വിളിക്കാം. വീട്ടിലുള്ളവരെ വിളിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നീ പോയിട്ട് കണ്ണാടിയുടെ മുന്നിൽ നോക്കുക. എന്നിട്ട് നീ സ്വന്തമായിട്ട് വിളിച്ചോണം. കൊച്ചിനെ പറയാൻ വേണ്ടി വരരുത്. അത് സമ്മതിക്കല കേട്ടോ. ബാഡ് ബോയോ കുളിയിലത്ത ബോയോ പൊട്ടനോ ഷൊണ്ണൻ ഒരാൾ വിളിച്ചേക്കുന്ന ഷൊണ്ണന്. നീ എത്രമാത്രം ഷൊണ്ണനാണെന്ന് എനിക്കറിയാൻ മേല കേട്ടോ. കാരണം നിൻ്റെ വായിൽ ഇത്രയും വൃത്തികെട്ട വാക്ക് പറയുന്നതിൻ്റെ എത്രമാത്രം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനൊക്കെ ആദൂട്ടീനെ നിലത്ത് വയ്ക്കാതാണ് നോക്കുന്നത്. ഒരു ദിവസമൊക്കെ നമ്മളൊരു ചോറ് കഴിക്കുമ്പോൾ പോലും ചിലപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടായിന്ന് വരില്ല കേട്ടോ. കൊച്ചു കരയുമായിരിക്കുമ്പോൾ വലിച്ചു വാരി കഴിച്ചിട്ട് പോകുന്ന ദിവസങ്ങളുണ്ട്. ആദൂട്ടി ഉറങ്ങാത്ത ദിവസങ്ങൾ കുറേ ഉണ്ട്. തെറാപ്പിക്ക് പോകുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അത്ര ഹെൽത്ത് ഓക്കെ അല്ല. അതുപോലെ കഷ്ടപ്പെടുന്ന നിമിഷങ്ങളുണ്ട്. അപ്പം ഞങ്ങളെപ്പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്തില്ലേലും ദൈവത്തെ ഓർത്ത് ഉപദ്രവിക്കാൻ നിൽക്കരുത് കേട്ടോ. എല്ലാവരും പറയും മിണ്ടാതിരിക്കാൻ. നമ്മൾ മിണ്ടാതിരിക്കും തോറും ഞാൻ മറുപടി കൊടുക്കാതിരിക്കും തോറും പുറകിലേക്ക് കയറി വരുവാണ്. ചില സമയം ഇവരൊക്കെ കരയുമ്പം നമുക്കതൊക്കെ എന്തിനാ കരയുന്നതെന്നോ എന്തിനാ മനസ്സിലാകാത്തത് അങ്ങനെയൊക്കെ ഒരു നിമിഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഈ അവസ്ഥ സ്വന്തം വീട്ടിൽ വരണം. അപ്പം നിങ്ങൾ പറയുമായിരിക്കും എൻ്റെ വീട്ടിൽ വരില്ലെന്ന്. 6 വീട്ടിലും ഒന്ന് നടന്നുകൊണ്ട് പോയിട്ടുണ്ട്, ഒന്ന് തെന്നി വീണാൽ മതി കേട്ടോ ഈ അവസ്ഥ വരാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒന്ന് തെന്നി വീണാൽ മതി നിങ്ങൾക്ക് ഈ അവസ്ഥ വരാൻ. അത് മനസ്സിലാവില്ല കേട്ടോ. ഞങ്ങൾക്ക് ഈ അവസ്ഥ വരില്ല അങ്ങനെ പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെയൊന്നും പറയണ്ട. ആർക്കും എപ്പോൾ വേണേലും വരാവുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഇതേം തരണം ചെയ്ത് പോകും. ഇപ്പം നമ്മളിത് ഇങ്ങനത്തെ മക്കളും ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മളെന്തെങ്കിലും ചെയ്തിട്ടാണോ? അങ്ങനെയൊന്നുമില്ല. ഇതിലപ്പുറം കേട്ടിട്ടാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് വന്നത്. ഇതിലപ്പുറം കേട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അതുകൊണ്ട് നെഗറ്റീവ് പറയുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ സ്വന്തം ഐഡിയയിൽ വന്നവരുള്ളൊരു ധൈര്യം കാണിക്കണം കേട്ടോ. സ്വന്തം ഐഡിയയിലൊക്കെ വന്നിട്ട് ഇടുവാണെങ്കിൽ അതൊരു മര്യാദയായിരിക്കും. അല്ലാതെ 1 മണിക്കൂർ 2 മണിക്കൂറുള്ള ഐഡിയ കൊണ്ട് വരാൻ വേണ്ടി നിനക്കൊക്കെ നാണമില്ലേ? നാണം കെട്ട നിങ്ങളെ. കൊച്ചിനെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ പറയാനാണെങ്കിലും എന്നെ പറഞ്ഞാലും ഞാനൊന്നും മിണ്ടിയല്ല കേട്ടോ. പിന്നെ കൊച്ചിനെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു നാണവും മാനവും ഇല്ലേ? ഒരു ഉളുപ്പില്ലേ? കുഞ്ഞിനെ പറയാൻ വേണ്ടിയിട്ടായിട്ടിരിക്കുന്നത്. ഒരുപാട് പേര് ആ കമൻറ്റ് കണ്ടിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ധൈര്യമായി മുമ്പോട്ട് പോകും, നിങ്ങളെ തളർത്താൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് താങ്ക് യു. നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കുന്ന എല്ലാവരോടും ആദൂട്ടിയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നി കേട്ടോ ഈ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും ലൈവ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ഞാൻ ഇപ്പോഴും പറയുവാണ്, ഞാൻ വലിയൊരു പ്രതീക്ഷയായിട്ട് തുടങ്ങിയതാണ്. ആദൂട്ടിയുടെ ചികിത്സ നിർത്തരുതെന്ന് മാത്രം വിചാരിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഒരു കാരണവശാലും ആദൂട്ടിയുടെ ചികിത്സ നിർത്തരുതെന്ന് വിചാരിച്ച് മാത്രം തുടങ്ങിയതാണ്. അത് അങ്ങനെയാണ്. നമ്മളൊരു മാസത്തെങ്കിലും വരുമാനം ഒരു മാസത്തെ വരുമാനമെങ്കിലും നമ്മൾ വാങ്ങിയത്. ദൈവത്തെ ഓർത്ത് നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാൻ വരരുത്. ഇനി ആരാണേലും വെറുതെ വിടിയല. ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോസിൽ തന്നെ തിരിച്ചു കിട്ടും. പിന്നെ ബാഡ് കമൻറ്റ് ഇടാൻ വരുന്നവർ ഒരു ദിവസം 2 ദിവസത്തെ ഐഡിയ ഒന്നും ഇല്ലാതെ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവെന്നൊക്കെ പറയില്ല. അപ്പോൾ സ്വന്തമായിട്ട് ഐഡിയ എടുത്ത് വരിക. സ്വന്തമായിട്ട് ഐഡിയ എടുത്തിട്ട് വരാനുള്ളത് പറഞ്ഞിട്ട് ധൈര്യമുണ്ടെങ്കിൽ അത് എഴുതിയിട്ടിട്ട് പോവുക. അതല്ലേ നല്ലത്. സ്വന്തമായിട്ട് ഒരു ഐഡിയ ഉള്ളപ്പോൾ തന്തയുള്ളപ്പോൾ അപ്പുറത്തെ വീട്ടിലെ തന്തേനെ കടമെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പം അങ്ങനെ കേട്ടോ.
എന്നെക്കൊണ്ട് ഞാനൊന്നും മിണ്ടാതിരുന്നിട്ട് എന്നെക്കൊണ്ട് ഇത്രയും പറഞ്ഞു പറയിപ്പിച്ചതാണ്. വേണ്ടാന്ന് വെച്ചിരുന്നിട്ട് ഞാൻ കുറേ മിണ്ടാതിരിക്കുന്നുണ്ട്. എന്നെ അടുത്തറിയാവുന്നവർക്കൊക്കെ ഞാൻ എങ്ങനെയാണെന്നറിയാം. ഒത്തിരി മിണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ഫേക്ക് ഐ ഡി ഇനി ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരെണ്ണത്തിൽ നിന്നല്ല, ഒരുപാട് എണ്ണത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയെങ്കിലും ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു അമ്മയില്ലാതായി പോകും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ചുമ്മാ അതുട്ടിനെ പറയാനായിട്ട് ആരും വരണ്ട. അതുട്ട് സമ്മതിക്കുകയില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതുട്ടിനെ പറയാൻ സമ്മതിക്കാല. പിന്നെ അതുട്ടിനെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്, അവർ സമ്മതിക്കാല കേട്ടോ. നിങ്ങളെയൊക്കെ പൊക്കാൻ വേണ്ടി ഒരു നിമിഷം മതി എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല. വേണ്ടാന്ന് വെക്കുന്നതാണ്. എന്തിനാണ് ചുമ്മാ വേസ്റ്റുകളുടെ പുറകെ പോകുന്നത്? വേസ്റ്റുകളുടെ പുറകെ പോകാൻ ഞങ്ങൾക്ക് സമയമില്ല. ഞങ്ങൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് ഞങ്ങൾ മിടുക്കനാകാനുള്ളതാണ്. അപ്പം ബാഡ് കമൻറ്റ് എനിക്കുള്ള മറുപടിയാണ്. ഞങ്ങൾ വെറുതെ വിട്ടേക്കോട്ടെ, ഞങ്ങൾ ജീവിച്ചോട്ടെ. ഞാനും ആദൂട്ടിയൊക്കെ ജീവിച്ചോട്ടെ, ഞങ്ങൾ വെറുതെ വിട്ടേക്കും. അപ്പോൾ ആദൂട്ടി സുഖമായിട്ടിരിക്കുന്നു. ഒരു സുന്ദരനൊക്കെ ആയിട്ടുണ്ട്. ആദൂട്ടിക്ക് ദേഷ്യം വന്നത് പറഞ്ഞപ്പോൾ കേട്ടോ. എല്ലാവർക്കും ഒരു ഉമ്മ കൊടുക്കണേ. ആദൂട്ടി ഇവിടെ ഉണ്ട്. ഫിസിയോതെറാപ്പി ഒന്നും ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ നാളെ ഇല്ല കേട്ടോ. നമ്മളെ ലൈവ് ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാ ദിവസവും 2:30 കഴിയുമ്പോൾ നമ്മൾ ലൈവ് വരുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടിനെ എല്ലാവർക്കും കാണാൻ പറ്റും ലൈവിനകത്ത്. അതുകൊണ്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാഡ് കമൻറ്റുകാർക്കെല്ലാം സ്വന്തം ഐഡിയിൽ വന്ന് കമൻറ്റ് ഇടുക. ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഞങ്ങൾ ആരുടെയും വഴിയിൽ കൂടി പോലും വരുന്നു. ഞങ്ങളുടെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. നിങ്ങളുടെ ഒന്നും ഞങ്ങളെടുത്ത് ഇടുന്നില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. നിങ്ങൾക്കുള്ള വീഡിയോ അല്ല കേട്ടോ. അവനുള്ള വീഡിയോ ആണ്, ബാഡ് കമൻറ്റുകാർക്കുള്ള വീഡിയോ ആണ്. നീ പെണ്ണാണോ ആണാണോ എന്നൊക്കെ നിനക്ക് തന്നെ അറിയാലേ. ഞാൻ പെണ്ണും കെട്ടതാണോ എന്നും അറിയത്തില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനത്തെ കമൻ്റായിട്ട് വരുന്നത്. അതെ, കൊച്ചു സമ്മതിച്ചു. അതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത്രയേ വീഡിയോ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത്. അതുട്ടി അമ്മയും നാളെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അതുട്ടിയുടെ വക ഉമ്മ, ബൈ.